അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഹ്ലൻ ബിക്കും വസഹ്ലൻ മർഹബൻ ലക്കും ഇലാ ഖനാതിന. UGC നെറ്റ് അറബിക് ലാംഗ്വേജ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. 7th ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അൽ അദബുൽ അറബി അൽ ഹദീസ്. ഫദ്വ തൂഖാൻ കഫാനി അമൂതു അലൈഹ വ ഉദ്ഫനു ഫീഹ വ തഹ്ത സറാഹ അദൂബു വ അഫ്ന. ഫലസ്തീൻ ഭൂമിക്കു വേണ്ടി പോരാടിയ കവയത്രിയാണ് ഫദ്വ തൂഖാൻ. 1917 ഫലസ്തീനിലെ നാബ്ലസ് ഗ്രാമത്തിലാണ് അവളുടെ ജനനം. 2003 അവളുടെ മരണം. ഉഖ്തു ഇബ്രാഹിം തൂഖാൻ, പ്രശസ്തനായ കവി ഇബ്രാഹിം തൂഖാൻ്റെ സഹോദരിയാണ് ഫദ്വ തൂഖാൻ. ഷാഇറത്തുൻ ഫിലസ്തീനിയത്തുൻ ഉമ്മുശ്ശിഅരിൽ ഫിലസ്തീനി എന്ന അപരനാമത്തിൽ ഫിലസ്തീൻ കവിതയുടെ മാതാവായി അവൾ അറിയപ്പെടുന്നു. ഷിഅറുഹ മുനാളലത്തുൻ ലിഹുരിയത്തി ഫിലസ്തീൻ, ഫലസ്തീൻ ജനതയുടെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു അവളുടെ കവിതകൾ. അൽ മർഅല അൽ ഇബ്തിദായിയ പഠനം മാത്രമാണ് അവൾ ഔദ്യോഗികമായി പഠിച്ചിട്ടുള്ളത്. ഷിഅറു മിൻ അഖീഹ, തൻ്റെ സഹോദരനായ ഇബ്രാഹിം തൂഖാനിൽ നിന്നാണ് കവിത എഴുതാനും കവിതകളും പഠിക്കുന്നത്. യുകന്നീഹ ബി ഉമ്മി തമാം നിസ്ബത്തൻ ഇല അബി തമാം അശ്ശാഇർ അൽ അബ്ബാസി, തൻ്റെ കവിത എഴുതാനുള്ള കഴിവ് കണ്ട് അബ്ബാസി കവിയായ അബൂ തമാമിലേക്ക് ചേർത്തി ഉമ്മു തമാം എന്ന കുഞ്ഞത്തോടു കൂടെ തൻ്റെ സഹോദരനും കവിയുമായ ഇബ്രാഹിം തൂഖാൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷിഅർ ബി അൽഖാബിൻ മുസ്തആറ, തൻ്റെ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ദനാനീർ, മുതവ്വഖ തുടങ്ങിയ പേരുകളിലായിരുന്നു അവൾ കവിത എഴുതിയിരുന്നത്. അവളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. തൻ്റെ പിതാവിൻ്റെയും ഉപ്പയുടെയും മരണത്തിന് ശേഷം ലണ്ടനിലേക്ക് പോകുന്നുണ്ട്. 2 വർഷത്തിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് തന്നെ മടങ്ങി വരുന്നു. അതിനുശേഷമാണ് അവൾ കൂടുതലായി പൊതു ഇടങ്ങളിൽ ശ്രദ്ധിക്കപ്പെടാനും പൊതുപരിപാടികളിൽ പങ്കെടുക്കാനും തുടങ്ങുന്നത്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകാത്ത കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വന്ന ഫദ്വ തൂഖാൻ അറബി സാഹിത്യത്തിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഷിഅർ, തൻ്റെ പദ്യസാഹിത്യങ്ങൾ, വഹദി മഅൽ അയ്യാം, വജത്തുഹ, അഅ്തിനാ ഹുബ്ബൻ, അമാമൽ ബാബിൽ മുഅലക്, അല്ലഹ്നുൽ അഖീർ, അല്ലൈലു വൽ ഫർസാൻ, അലാ ഖിമ്മത്തി ദുനിയ വഹീദൻ, തമൂസ് വശൈഉൽ അഖീർ. നസർ, ഗദ്യസാഹിത്യത്തിൽ അവൾ ഒരൊറ്റ ഗ്രന്ഥമാണ് രചിച്ചിട്ടുള്ളത്. അഖി ഇബ്രാഹിം, തൻ്റെ സഹോദരനെ പറ്റിയിട്ടുള്ള ഗ്രന്ഥമാണത്. സീറത്തുൻ ദാത്തിയത്തുൻ, അവളുടെ ഓട്ടോബയോഗ്രഫി. റിഹ്ലത്തുൻ ജബലിയ, റിഹ്ലത്തുൻ സുഅബ, അർ-റിഹ്ലത്തുൽ അസ്അബ് തുടങ്ങി 2 ഗ്രന്ഥങ്ങളാണ് ഓട്ടോബയോഗ്രഫിയായി അവൾ എഴുതിയിട്ടുള്ളത്.